ഇരിങ്ങാലക്കുട രൂപതയിലെ വളരെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് താഴേക്കാട്ട് സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയം. ഇപ്പോൾ ഈ ദേവാലയം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രം എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. താഴേക്കാട് പള്ളിയിൽ നടന്ന ചടങ്ങിൽ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. സിറോ മലബാർ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചാൻസലർ റവറൻ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂരാണ് താഴേക്കാട് പള്ളിയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രമായി ഉയർത്തിക്കൊണ്ടുള്ള ഡിക്രി വായിച്ചത്. തുടർന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് ഔദ്യോഗിക പ്രഖ്യാപനവും നടത്തി. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, വികാരി ജനറൽ മോൺസിഞ്ഞോർ ലാസർ കുറ്റിക്കാടൻ എന്നിവർക്കൊപ്പം നിരവധി വൈദികരും സന്യസ്തരും ചടങ്ങിൽ പങ്കെടുത്തു. ഫാദർ ജോൺ കവലക്കാട്ട്, ആർച്ച് പ്രീസ്റ്റ്, മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രം, താഴേക്കാട് വിശുദ്ധ കുരിശുമുത്തപ്പൻ്റെ പള്ളി. 2020 മാർച്ച് 8 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സിറോ മലബാർ സഭയുടെ സിനഡിൻ്റെ തീരുമാനപ്രകാരം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് താഴേക്കാട് വിശുദ്ധ കുരിശുമുത്തപ്പൻ്റെ അഥവാ സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ പള്ളിയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. താഴേക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയുടെ വികാരിയെ ആർച്ച് പ്രീസ്റ്റ് എന്ന പദവി കൊടുത്ത് ആദരിച്ചു. ഈ പള്ളിക്ക് 1600 പരം വർഷത്തിൻ്റെ ചരിത്രമുണ്ട്. AD 400 ക്രൈസ്തവ സാന്നിധ്യമുണ്ടായിരുന്ന ഒരു വ്യാപാര കേന്ദ്രമായിരുന്നു താഴേക്കാട്. മുസൂരിസ് തുറമുഖവുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്ന ചെമ്മീൻ ചാലിൻ്റെ തീരത്താണ് താഴേക്കാട് നിവാസികൾ വ്യാപാരം നടത്തിയിരുന്ന കച്ചവട കേന്ദ്രം ഉണ്ടായിരുന്നത്. AD 8 നൂറ്റാണ്ടിൽ കേരളം ഭരിച്ചിരുന്ന രാജസിംഹൻ രണ്ടാമൻ എന്ന രാജാവ് ഇവിടെ കച്ചവടം നടത്തിയിരുന്ന നസ്രാണികളായ മണിഗ്രാമക്കാർക്ക് നൽകിയ കൽപ്പനയാണ് താഴേക്കാട് പള്ളി ശാസനം എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. AD 8 നൂറ്റാണ്ടിൽ ഇവിടെ ഉണ്ടായിരുന്ന മണിഗ്രാമക്കാരായ ഇരവിക്കൊത്തനും ചാത്തൻ വടുകനും അവർ രണ്ടുപേരും നസ്രാണികളാണ്. നസ്രാണി വ്യാപാരികളുടെ പ്രമുഖരാണവർ. അവർക്ക് ഇവിടെ കച്ചവടം നടത്താനും ഇവിടെ ദേവാലയം വയ്ക്കാനും ഇവിടെ അവരുടെ വിശ്വാസത്തിൽ ജീവിക്കാനും ഈ സ്ഥലവും പ്രദേശവും കരമൊഴിവാക്കി കൊടുത്ത കൽപ്പനയാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്ന തലൈക്കാട്ട് പള്ളി ശാസനം അഥവാ താഴേക്കാട് പള്ളി ശാസനം. AD 8 നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഈ പള്ളി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ നാമധേയത്തിലാണ് സ്ഥാപിക്കപ്പെട്ടത്. എങ്കിലും പോർച്ചുഗീസുകാർ ഇവിടെ കൊണ്ടുവന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ഭക്തർ ഈ പള്ളിയെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അഥവാ കുരിശുമുത്തപ്പൻ്റെ പള്ളി എന്ന് വിളിക്കാൻ തുടങ്ങി. കുരിശിൻ്റെ തിരുശേഷിപ്പ്, ഈശോയുടെ വിശുദ്ധ കുരിശിൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരുന്ന പള്ളി ആയതുകൊണ്ടാണ് ഈ പള്ളിയെ കുരിശുമുത്തപ്പൻ്റെ പള്ളി എന്ന് പറഞ്ഞിരുന്നത്. സെബസ്ത്യാനോസിനോടുള്ള ഭക്തി ഇവിടുത്തെ നാനാജാതി മതസ്ഥർക്കുണ്ട്. ഈ പള്ളി ആക്രമിച്ച 1789 ഡിസംബർ 24 താഴേക്കാട് താവളമടിച്ച് ഇവിടെ നിന്ന് പട നയിച്ച ടിപ്പു സുൽത്താൻ
ഈ പള്ളി ആക്രമിച്ച് നശിപ്പിക്കുകയും ഇവിടുത്തെ തിരുസ്വരൂപമായ സെബസ്ത്യാനോസിൻ്റെ തിരുസ്വരൂപം വലിച്ചെറിയുകയും ചെയ്തു. പിന്നീട് ഇവിടുത്തെ ഭക്തർ ഈ തിരുസ്വരൂപം കണ്ടെത്താൻ പ്രാർത്ഥിച്ച് ഉപവസിച്ച് പള്ളിയുടെ ചുറ്റും നടന്ന് വിലപിച്ച് കരഞ്ഞപ്പോൾ കിണറ്റിൽ കിടന്നിരുന്ന ഈ തിരുസ്വരൂപം ജനത്തിൻ്റെ വിളി കേട്ട് അത് വലിയൊരു അത്ഭുതമായി അവർ കണ്ട് ആ വിളി കേട്ട സ്ഥലത്ത് നിന്ന് അവിടെ മൂടിക്കിടന്ന കാട് വെട്ടിമാറ്റി അവർ ആ തിരുസ്വരൂപം എടുത്ത് വീണ്ടും പ്രതിഷ്ഠിച്ചു. ഒരുപാട് തീർത്ഥാടകർ ഇവിടെ തടിച്ചുകൂടുന്നത് കൊണ്ടാകാം 1917 ഈ പള്ളി പുതുക്കി പണിതപ്പോൾ പള്ളി സന്ദർശിച്ച തൃശ്ശൂർ അവിഭക്ത രൂപതയുടെ ആദ്യത്തെ മെത്രാൻ മേനാച്ചേരി യോഹന്നാൻ മെത്രാൻ ഈ പള്ളിയെ അന്ന് ഒരു തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. പിന്നീട് ഉത്തരോത്തരം ഈ പള്ളി നാനാജാതി മതസ്ഥരുടെ ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ട് വളർന്നു. ഇപ്പോൾ സീറോ മലബാർ സഭയുടെ സിനഡ് 28ാമത് സിനഡ് ഒരുമിച്ച് കൂടിയപ്പോൾ മെത്രാന്മാർ ചർച്ച ചെയ്ത് ഈ പള്ളിയുടെ പൗരാണികതയും ഇവിടുത്തെ തീർത്ഥാടകരുടെയും ഭക്തരുടെയും സാന്നിധ്യവും പരിഗണിച്ച് ഈ പള്ളിയെ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. എന്ന് വെച്ചാൽ സീറോ മലബാർ സഭയിലെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി താഴേക്കാട് പള്ളിയെ പ്രഖ്യാപിക്കാനുള്ള തീരുമാനമായിരുന്നു അത്. ആ തീരുമാനപ്രകാരമാണ് മാർച്ച് 8-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് അഭിവന്യ കർദിനാൾ തിരുമേനി മാർ ജോർജ് ആലഞ്ചേരി പിതാവ് ഇവിടെ വരികയും പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ മാർ പൊളി കണ്ണുക്കാടൻ പിതാവും വികാരി ജനറൽമാരും ഈ രൂപതയിലെ വന്യവൈദികരും ചേർന്ന് അഭിവന്യ പിതാവിനെ അൾത്താരയിലേക്ക് എതിരേറ്റ് പ്രഖ്യാപനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി. കർദിനാൾ തിരുമേനി ഈ പള്ളിയെ അൾത്താരയിൽ വെച്ച് സീറോ മലബാർ സഭയുടെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പിൽഗ്രിം സെൻ്ററായി പ്രഖ്യാപിച്ചു. തുടർന്ന് സ്തോത്രബലി അർപ്പിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവാണ് ഉദ്ഘാടനം ചെയ്തത്.